കൊല്ലം കണ്ണനെല്ലൂരിൽ മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളുടെ ചികിത്സയിലായിരുന്ന സഹോദരിമാർ മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. തൃക്കോവിൽവട്ടം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അരുൺരാജുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് അരുൺരാജ്, ഈ പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺരാജ്? ഉന്മേഷ്, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കണ്ണനെല്ലൂർ ചേരിക്കോണത്താണ് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ഒരു കുടുംബത്തിലെ 2 സഹോദരിമാർ ഈ മഞ്ഞപ്പിത്ത രോഗലക്ഷണങ്ങളുടെ ചികിത്സയിലായിരിക്കെ മരിച്ചത്. ഈ സഹോദരൻ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരു കുടുംബത്തിലെ 2 കുട്ടികൾ മരിച്ചിട്ടും ഇക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നിസ്സംഗത തുടരുന്നു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് അടക്കം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം കോവിൽവട്ടത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രകടനമായി എത്തുകയായിരുന്നു. ഒടുവിൽ പോലീസ് തടഞ്ഞെങ്കിലും ഈ മതിൽ ചാടിക്കടന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്കടക്കം നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോഴും ഈ തൃക്കോൽവട്ടത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പ്രദേശത്താകമാനം മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിസ്സംഗത പുലർത്തുകയാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരികയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ യൂത്ത് കോൺഗ്രസിന്റെ അതുപോലെ കോൺഗ്രസിന്റെ DC ജനറൽ സെക്രട്ടറി കൂടി ചേരുന്നുണ്ട്. ഫൈസൽ, ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുകയാണ്. ഈ മഞ്ഞപ്പിത്തം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഇവിടെ പടർന്നു പിടിക്കുന്നുണ്ടോ? വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം, നിത്യവൃത്തിക്ക് വകയില്ലാത്ത വെറും സാധാരണക്കാരാണ് ഈ ചേരി പ്രദേശമായിട്ടുള്ള ഈ ചേരിക്കോണം എന്ന മേഖലയിൽ അധിവസിക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ല, 2 സെന്റിലും 3 സെന്റിലും പട്ടയമില്ലാതെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ വീട്ടിലെത്തിയോ ആയിട്ടുള്ള ആളുകളുണ്ട്. ഈ മഞ്ഞപ്പിത്തം പടർന്ന് പന്തലിച്ചിട്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് തീർത്തും അനാസ്ഥകരമായിട്ടുള്ളതാണ്. ഒരു വീട്ടിലെ 3 കുട്ടികളിൽ 2 കുട്ടികൾ മരിച്ചു വീഴുകയാണ്. 19ഉം 17ഉം വയസ്സ് മാത്രമുള്ള 2 കുട്ടികൾ മരിച്ചു വീഴുന്ന ദയനീയമായിട്ടുള്ള കാഴ്ചയാണ്. ആരോഗ്യ വകുപ്പിന്റെ DMO ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടോ? നാളിതുവരെയായി DMO സന്ദർശിച്ചിട്ടില്ല. ആഴ്ചകളായിട്ടുണ്ടാകുന്നത്. ഉന്മേഷ്, DMO അടക്കം സ്ഥലം സന്ദർശിക്കുന്ന ആവശ്യമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. വളരെ ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. DMO അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നിലവിലുള്ള തീരുമാനം. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട്.